ദാ ഇന്ന് ചക്ക വേവിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ചക്ക വേവിച്ച് രാത്രിയിൽ വെച്ചിട്ട് രാവിലെ അരപ്പെല്ലാം ചേർത്ത് ഇളക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് ചക്ക തീരെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പുപൊടിയും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് പകുതി വേവാവുന്നിടം വരെ വേവിച്ച് കൊടുത്തിട്ട് അടുപ്പിൽ നിന്ന് മാറ്റാം. എന്നിട്ടത് വെളിയിൽ തന്നെ വെച്ചാൽ മതി. രാവിലെ പിന്നെ അരപ്പൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാവേ. കേടാവത്തൊന്നുമില്ല, നല്ല ഇതായിട്ട് തന്നെ ഇരിക്കും. അപ്പം ഞാൻ കൈ കൊണ്ടൊക്കെ ഇളക്കി ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് അടുപ്പത്തൊന്ന് ഇറക്കാവേ. ഇത് കണ്ടോ, പകുതിയേ വെന്തിട്ടുള്ളൂ. ഇനി ഇത് ഒന്നടച്ച് വെളിയിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ രാവിലെ ആയപ്പോൾ ഞാൻ അരപ്പ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, കുറച്ച് ജീരകം, കുറച്ച് ചുമന്നുള്ളി, കുറച്ച് ഉപ്പുപൊടി, ഒരു പച്ചമുളക്, 1-2 പച്ചമുളക്, ഇതിന് നല്ല എരിവുള്ളതുകൊണ്ട് ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരപ്പാക്കിയിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തിട്ട് നല്ലതായിട്ട് പരുവത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഞാൻ ഒന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ചപ്പാത്തി പരത്തുന്ന ഉരുളുമായിട്ടാണ് ഞാനിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. എന്നാലേ നല്ലതായിട്ട് ഒന്ന് പൊടിഞ്ഞ് വരത്തുള്ളൂ. അപ്പം ചക്ക നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ രാത്രിയിൽ ചക്ക അരിഞ്ഞ് വെച്ച് രാവിലെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ചക്ക കേടാവത്തില്ല, നല്ലതായിട്ടിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് നമുക്ക് ചക്കയുടെ കൂടെ മാങ്ങാ ചമ്മന്തി, പഴുത്ത മാങ്ങാ ചമ്മന്തി അരച്ചിട്ടുണ്ട്. പിന്നെ വഴുതനങ്ങ അച്ചാറുമാണ് കഴിക്കാനായിട്ട്. അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം.